ഇനി 2025 മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്: സ്വീറ്റ് പൊട്ടറ്റോ ആൻഡ് പൊട്ടറ്റോ represent a certain type of evolution. Select the correct combination of terms to explain the evolution. ഓക്കെ, അപ്പോൾ എന്താണ് സ്വീറ്റ് പൊട്ടറ്റോ? ഓക്കെ, സ്വീറ്റ് പൊട്ടറ്റോ. ഓക്കെ, സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയുന്നത് ഒരു റൂട്ട് മോഡിഫിക്കേഷൻ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് എ റൂട്ട് മോഡിഫിക്കേഷൻ. ഓക്കെ, പക്ഷെ എന്താ അതിൻ്റെ ഫംഗ്ഷൻ? സ്റ്റോർ ഫുഡ്. ഫുഡ് സ്റ്റോറേജ് ആണ് ഫംഗ്ഷൻ, സ്റ്റോർ ഫുഡ്. ഇനി അടുത്താണ് പൊട്ടറ്റോ. ഓക്കെ, പൊട്ടറ്റോ എന്ന് പറയുന്നത് ഒരു സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ഓക്കെ, ഇതെന്താണ്? ഒരു സ്റ്റെം മോഡിഫിക്കേഷൻ. ഇതിന്റെ ഫംഗ്ഷൻ എന്താ? ഫുഡ് സ്റ്റോർ ചെയ്യുക കേട്ടോ, സ്റ്റോർ ഫുഡ്. ഓക്കെ, ഫുഡ് സ്റ്റോർ ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ടിന്റെയും ഫംഗ്ഷൻ സെയിം ആണ്, പക്ഷെ ഒന്നെന്താണ്? ഒന്ന് ഒരു സ്റ്റെം ആണ്. ഓക്കെ, ഒന്നൊരു സ്റ്റെം ആണ്. ഓക്കെ, ഒന്നെന്തൊരു റൂട്ടാണ്. അപ്പൊ സ്ട്രക്ചർ ഡിഫറൻസ് ഉണ്ട്. അപ്പൊ ഫംഗ്ഷൻ സെയിം ആണ്, സ്ട്രക്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത്തരം എവല്യൂഷനെ നമ്മൾ എന്ത് വിളിക്കും? അത്തരം എവല്യൂഷനെ വിളിക്കുന്നവരാണ് അനലോഗസ്. എന്ത് വിളിക്കും? അനലോഗസ്, അല്ലെ അനലോഗസ് ഓർഗൻസ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഈ ഹോമോളജി എന്ന് പറയുന്ന രണ്ട് ഓപ്ഷനും വെട്ടി. ഓക്കെ, അപ്പൊ നമ്മളെ ടൈമിൽ ഒന്നുകിൽ അനലോളജി, ഓക്കെ അനലോളജി ഉണ്ട്. ഓക്കെ, പിന്നെ ഏതാ? ഡൈവർജന്റ് ആണോ കൺവെർജന്റ് ആണോ ചോദ്യം. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം അനലോളജി എന്ന് പറയുന്നത് എന്താണ്? ഒരു കൺവെർജന്റ് എവല്യൂഷൻ. ഓക്കെ, അപ്പൊ നമ്മൾ ഓർക്കാറുണ്ട് എന്ത്? AC എന്ന് ഓർക്കാറുണ്ട് അല്ലേ? AC എന്ന് പറയുമ്പോൾ A എന്ന് പറയുമ്പോൾ അനലോളജി, C എന്ന് പറയുമ്പോൾ കൺവെർജന്റ്. പിന്നെന്ത് ഓർക്കാറുണ്ട്? HD എന്ന് ഓർക്കാറുണ്ട് അല്ലേ? HD എന്ന് പറയുന്നത് H എന്താ? ഹോമോലോളജി. ഓക്കെ, D എന്താ? ഡൈവർജന്റ്. ഓക്കെ, D എന്താ? ഡൈവർജന്റ്. അപ്പോൾ അനലോഗസ് ഓർഗൻസ് പറയുന്നത് എന്തായിരിക്കും? ഒരു കൺവെർജന്റ് എവല്യൂഷൻ ആയിരിക്കും. അപ്പോൾ ഏതാ ആൻസർ വരുന്നത്? ഓപ്ഷൻ 3.